Assalamu alaikum. Hi friends. Jasma Gourmet ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മസാല ദോശയാണ്. ബീഫ് മസാല ദോശ. നമ്മളെല്ലാവരും ഇതുവരെ കഴിച്ചത് വെജിറ്റേറിയൻ മസാല ദോശയല്ലേ. ഇനി നമുക്ക് നോൺ വെജിറ്റേറിയൻ മസാല ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് തയ്യാറാക്കുന്ന വിധം ഞാൻ ഇന്നിവിടെ കാണിക്കാം. ഇതിൻ്റെ ചേരുവകൾ: 1 കിലോ ബോൺലെസ് ബീഫ്, 5 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പ്, 2 വലിയ തക്കാളി ജ്യൂസ് അടിച്ചത്, 6 മഷ്റൂം, 4 വലിയ സ്ലൈസ് ചെയ്ത ഉള്ളി, ഉപ്പ്, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീർ ചില്ലിപ്പൊടി. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയ ബീഫ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് വേവിക്കാൻ കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 5 ടീസ്പൂൺ കാശ്മീർ ചില്ലി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബീഫ് വേവാനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ ബീഫ് ഏകദേശം 6 വിസിൽ വരെ വേവിക്കാൻ വെക്കുക. ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ദോശൻ്റെ മാവ് തയ്യാറാക്കാം. ഇതേപോലത്തെ 2 കപ്പ് ബസ്മതി അരി 3 മണിക്കൂർ നേരം പുതിർത്തി വെക്കുക. ഞാനിത് 3 മണിക്കൂർ പുതിർത്തി വെച്ചതായിരുന്നു. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്യുക. ഇതിലേക്ക് 2 മുട്ടയും ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ഒഴിച്ച് ദോശൻ്റെ പരുവത്തിൽ അരച്ചെടുക്കുക. മാവ് ഇതേ പരുവത്തിൽ അരച്ചെടുക്കുക. ബീഫ് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രഷർ പോയതിന് ശേഷം മൂടി തുറന്നു കൊടുക്കാം. ബീഫ് ഇതുപോലെ നന്നായിട്ട് വേവണം. ഇനിയൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ബീഫ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് വെന്ത സ്റ്റോക്ക് നമുക്ക് മാറ്റി വെക്കാം. ബീഫിൻ്റെ മസാലയ്ക്ക് ഇത് ആവശ്യമുണ്ട്. നല്ല ഫ്രൈ ആകുന്നത് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ബീഫ് ഫ്രൈ ആയി. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ മഷ്റൂമിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. ബീഫ് ഫ്രൈ ചെയ്ത പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മഷ്റൂം ഫ്രൈ ചെയ്തെടുക്കാം. മഷ്റൂം ഇവിടെ ഫ്രൈ ആയി. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത പാത്രത്തിലേക്ക് 4 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് വഴറ്റിയെടുക്കാം.
വഴറ്റിയ ഉള്ളിയിലേക്ക് 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓരോ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഇതുപോലെ വാടിയതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ബീഫും മഷ്റൂമും ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 വലിയ തക്കാളി ജ്യൂസ് അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച ബീഫിൻ്റെ സ്റ്റോക്കും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ആഡ് ചെയ്യുക. ഈ മസാല നന്നായിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കുക. ബീഫ് മസാല റെഡിയായി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ദോശ ചുട്ടെടുക്കാം. ദോശ മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ മൂടി വെക്കുക. ദോശയിൽ കുറച്ച് ഗീ പുരട്ടി മറിച്ചിട്ട് കൊടുക്കാം. ദോശ റെഡിയായി. ബീഫ് മസാല ഇനി ഇതുപോലെ ദോശയിൽ ഇട്ട് കൊടുക്കാം. ദോശ ഇതുപോലെ മടക്കി ഇതിനെ ഇനി നമുക്ക് നല്ലൊരു സർവിങ് പ്ലേറ്ററിലേക്ക് മാറ്റാം. ഇതുപോലെ നിങ്ങൾക്ക് ചിക്കനിലും ഉണ്ടാക്കി എടുക്കാം. ബീഫിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ബീഫ് കഴിക്കാത്തവർക്ക് ഇത് ചിക്കനിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഉണ്ടാക്കിയ മസാലക്കൂട്ടിന് ഏകദേശം 12 ബീഫ് മസാല ദോശ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ഡിന്നറിന് പറ്റിയ നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. ഇതിനെ കൂടെ കഴിക്കാനുള്ള മിൻറ്റ് ചട്നി ഉണ്ടാക്കുന്നത് ഞാനിവിടെ കാണിക്കാം. ഒരു ചെറിയ കപ്പ് തൈര്, കുറച്ച് പുതിന ചപ്പ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ മിൻറ്റ് ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.